കൊളോസ്സുകാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആരെ പ്രീതിപ്പെടുത്താനാണ് നീ ജീവിക്കുന്നത്? ആർക്ക് യോജിച്ച ജീവിതമാണ് നമ്മൾ നയിക്കാൻ വെമ്പൽ കൊള്ളുന്നത്? വചനം നമ്മോട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ജീവിതം കർത്താവിന് യോജിച്ച ജീവിതമാകട്ടെ, കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേർന്ന ഉചിതമായ ഒരു ജീവിതമായിരിക്കട്ടെ. 2, നിന്റെ ജീവിതം കർത്താവിൻ്റെ കണ്ണുകളിൽ പ്രീതിജനകമായ ജീവിതമായിരിക്കട്ടെ. നിന്റെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കാൻ ദൈവത്തിന് കഴിയട്ടെ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിന്റെ എല്ലാ നല്ല പ്രവർത്തികളും, അതായത് നിന്റെ ജീവിതം ദൈവത്തിന് യോജിച്ച ഒരു ജീവിതമായി മാറുമ്പോൾ, നിന്റെ ജീവിതം കർത്താവിന് പ്രീതികരമായൊരു ജീവിതമായി മാറുമ്പോൾ, നിന്റെ എല്ലാ നല്ല പ്രവർത്തികളും ഫലദായകമായി മാറും. പലപ്പോഴും നമ്മുടെ ഒരു വിഷമം, ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ ഏറെ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ പ്രയാസപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു മെച്ചപ്പാടും ഉണ്ടാകുന്നില്ല, ഒരു ഉയർച്ചയുണ്ടാകുന്നില്ല, ഒരു സന്തോഷം ലഭിക്കുന്നില്ല, ഒരു വളർച്ചയുണ്ടാകുന്നില്ല, കര പറ്റുന്നില്ല, കര കയറുന്നില്ല, വളർന്നു വരാൻ സാധിക്കുന്നില്ല. നന്മയൊക്കെ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നില്ല. അതിൻ്റെ ഒരു കാരണമാണ് പൗലോസ് പറയുന്നത്: നിന്റെ കർത്താവിന് പ്രീതികരമല്ലെങ്കിൽ നിന്റെ പരിശ്രമങ്ങൾ ഫലദായകങ്ങളാകുകയില്ല. നിന്റെ ജീവിതം ദൈവത്തിന് യോജിച്ച ജീവിതമല്ലെങ്കിൽ നീ എന്തു ചെയ്താലും ഒരു മെച്ചപ്പാടുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ എപ്പോഴും ചെയ്തിരുന്നൊരു പ്രവൃത്തി, തൻ്റെ ജീവിതം എപ്പോഴും പിതാവിന് സന്തോഷമുള്ളതായിരിക്കണം എന്നതായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് പ്രീതികരമായത് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പിതാവായ ദൈവത്തിന് പ്രീതികരമായത് മാത്രം ചെയ്യുന്നത് കൊണ്ട് അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. അതുകൊണ്ട് ഈശോ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഫലദായകങ്ങളായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെക്കുറിച്ച് പിതാവായ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ജോർദാനിൽ ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം അതാണ്: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഐ ആം ഹാപ്പി വിത്ത് യു. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ശിഷ്യന്മാർ കേട്ട സ്വരം അതാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവത്തിന് പ്രീതികരമായ ഒരു മനുഷ്യനായിരുന്നു ഈശോ. നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതാണ്: ആർ യു ഹാപ്പി വിത്ത് മീ? മനുഷ്യരോട് നമ്മൾ ആ ചോദ്യം ചോദിക്കാറുണ്ട്, ആർ യു ഹാപ്പി വിത്ത് മീ? ശാലോമിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, അച്ഛന് ശാലോം ഇഷ്ടമായോ?
നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതാണ്: ആർ യു ഹാപ്പി വിത്ത് മീ? ആർ യു ഹാപ്പി വിത്ത് ദിസ് പ്ലേസ്? നിൻ്റെ ഭവനം, നിൻ്റെ സാഹചര്യം, നിൻ്റെ ജോലി നിനക്ക് ഇഷ്ടമുള്ളതാണോ? അല്ലെങ്കിൽ ഒരു ഭക്ഷണം, നിനക്ക് ഈ ഭക്ഷണം ഇഷ്ടമായോ? അല്ലെങ്കിൽ ഒരു സിനിമ, ഈ സിനിമ ഇഷ്ടമായോ? ഈ വ്യക്തിയെ ഇഷ്ടമായോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ എവാലുവേറ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടോ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഗബ്രിയേൽ ദൈവദൂതൻ അമ്മയോട് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: മറിയമേ, ആനന്ദിച്ചാലും, കാരണം ഗോഡ് ഈസ് ഹാപ്പി വിത്ത് യു. ദൈവം നിന്നിൽ സംപ്രീതനാണ്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ താഴ്മയുള്ള ജീവിതത്തെ നോക്കി ദൈവം ഹാപ്പിയാണ്. നിൻ്റെ വിശുദ്ധിയുള്ള ജീവിതത്തെ നോക്കി, നിൻ്റെ സ്വയം ഭാഗിച്ച് നൽകുന്ന, സ്വയം ശൂന്യമാക്കുന്ന ആ ജീവിതത്തെ നോക്കി ദൈവം ഹാപ്പിയാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിക്കണം: ദൈവമേ, ആർ യു ഹാപ്പി വിത്ത് മീ? ദൈവം എന്നിൽ സംപ്രീതനാണോ? ഈശോയെക്കുറിച്ച് വീണ്ടും വചനം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ തിരുവചനം: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മൾ ആരുടെ പ്രീതിയിലാണ് നമ്മൾ വളർന്നു വരുന്നത്? ദൈവത്തിൻ്റെ പ്രീതിയിലാണോ? എഫെസസുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് വീണ്ടും സഭയോട് ആവർത്തിക്കുകയാണ്: കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് എന്തെന്ന് വിവേചിച്ചറിയുവിൻ. എപ്രകാരമാണ് നമുക്ക് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ, ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്? ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വിവേചിച്ചറിയുകയും ആ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കർത്താവിന് പ്രീതികരമായി ജീവിക്കുന്നവരായിട്ട് മാറുന്നത്. പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്. ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നു: ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ഞാൻ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സുവിശേഷ വേല ചെയ്യുന്നത്, ഞാൻ വചനം പ്രഘോഷിക്കുന്നത്? പൗലോസ് ചോദിക്കുകയാണ്: ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? ഒരു പശ്ചാത്തലം ഇതാണ്. എല്ലാവരും പറഞ്ഞു, യഹൂദർ പറഞ്ഞു, പരിച്ഛേദനം തീർച്ചയായിട്ടും ചെയ്യണം, പരിച്ഛേദനം ചെയ്യാതെ ക്രിസ്ത്യാനികളാക്കരുത്. അപ്പോൾ പൗലോസിന് വ്യക്തമായൊരു ബോധ്യമുണ്ട്: പരിച്ഛേദനമല്ല പ്രധാനപ്പെട്ടത്. കർത്താവ് ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴിയാണ് ഒരാൾ രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ പൗലോസിന് കിട്ടിയ ദർശനമനുസരിച്ച് പൗലോസ് ആളുകളെ പ്രീതിപ്പെടുത്താനല്ല, തനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച ആ നിർദ്ദേശമനുസരിച്ച് അവൻ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ചോദിക്കുന്നത്: ഞാൻ ആരെയാണ് പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടത്? മനുഷ്യരെയാണോ പ്രീതിപ്പെടുത്താൻ നോക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെയാണോ? പൗലോസ് പറയുകയാണ്: ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള പ്രചോദനങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കും. അതൊരു തീരുമാനമാണ്. മുടന്തനായവനെ സുഖപ്പെടുത്തിയതിന് ശേഷം പത്രോസും യോഹന്നാനും വിചാരണ ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിങ്ങൾ ഇനി പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്ന് അവർക്ക് കൽപ്പന കൊടുക്കുന്നു. പത്രോസും യോഹന്നാനും ചോദിക്കുകയാണ്: ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? മനുഷ്യനെയാണോ അനുസരിക്കേണ്ടത്? പ്രസംഗിക്കരുത് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഭാഗത്ത്, എന്നെ പ്രഘോഷിക്കണമെന്ന് പറയുന്ന ക്രിസ്തു മറുഭാഗത്ത്. ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? പത്രോസും യോഹന്നാനും തങ്ങൾക്കെത്ര പീഡനമുണ്ടായാലും കാരാഗ്രഹമുണ്ടായാലും ഈശോയെ പ്രസംഗിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കൊച്ചുത്രേസ്യ പുണ്യവാളത്തിയുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു ദർശനമുണ്ടായി.
അവൾ രോഗശയ്യയിലാണ്. മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ജീവിത വിനാഴികയിൽ അവൾ അങ്ങനെ ആയിരിക്കുകയാണ്. മരണവിനാഴികയിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവൾക്ക് ഒരു ദർശനമുണ്ടാകുന്നു. കോൺവെൻറ്റിൽ നിന്ന് നേരത്തെ മരണമടഞ്ഞു പോയ 3 സഹോദരിമാർ, 3 അമ്മമാർ സ്വർഗത്തിൽ നിന്ന് അവൾക്ക് ദർശനം നൽകിയിട്ട് അവളോട് പറയുകയാണ്, ത്രേസ്യ, നിനക്ക് എന്താണ് അറിയേണ്ടത്? സ്വർഗത്തെക്കുറിച്ചാണോ, നിത്യജീവനെക്കുറിച്ചാണോ, ദൈവത്തെക്കുറിച്ചാണോ? എന്താണ് നിനക്ക് അറിയേണ്ടത്? ചോദിക്കുക. കൊച്ചു ത്രേസ്യ സ്വർഗത്തിൽ നിന്ന് തനിക്ക് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മമാരോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, അമ്മമാരെ, എനിക്ക് ഒരു കാര്യം അറിയണം. ഈ ഭൂമിയിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ആ കാര്യം ഇതാണ്, ദൈവം എന്നിൽ സംപ്രീതനാണോ? ഈസ് ഗോഡ് ഹാപ്പി വിത്ത് മീ? ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യുന്ന ത്യാഗപ്രവർത്തികളുണ്ട്, ഞാൻ എൻ്റെ വേദനകൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്ന പരിഹാസങ്ങൾ, നിന്ദനങ്ങളൊക്കെ ഈശോയുടെ മുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ ഈ രോഗശയ്യയിൽ കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സംപ്രീതനാണോ? പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കുടുംബ ജീവിതത്തെ നോക്കി ദൈവം പുഞ്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തെ നോക്കി, നമ്മുടെ സൗഹൃദങ്ങളെ നോക്കി ദൈവം സന്തോഷിക്കുന്നുണ്ടോ? നമ്മുടെ അധ്വാനങ്ങളെ നോക്കി ദൈവത്തിന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ നോക്കി, നമ്മുടെ വാക്കുകളെ നോക്കി കർത്താവിന് ആനന്ദിക്കാൻ പറ്റുന്ന തരത്തിലാണോ ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത്, ഞാൻ എൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നത്? കർത്താവിന് യോജിച്ചൊരു ജീവിതമായി എൻ്റെ ജീവിതം മാറുമ്പോൾ, കർത്താവിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പുണ്യജീവിതമായി എൻ്റെ ജീവിതം മാറുമ്പോൾ, പൗലോസ് കൊളോസ്സുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ എല്ലാ പ്രവർത്തികളും ഫലദായകങ്ങളാകും. നമ്മുടെ എല്ലാ പ്രവർത്തികളിലും നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും. ഒരു മനുഷ്യന് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള വഴിയാണ്, വളരാനും ഉയരാനുമുള്ളൊരു വഴിയാണ് കർത്താവിന് യോജിച്ച ജീവിതം നയിക്കുക, കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുക. അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിന് യോജിച്ച ഒരു ജീവിതം നയിക്കുന്നതിന്, അങ്ങയ്ക്ക് പ്രീതികരമായത് എന്തൊക്കെയെന്ന് വിവേചിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് വരം നൽകണമേ. അങ്ങയുടെ കണ്ണിൽ ഞങ്ങളുടെ പ്രവർത്തികൾ സന്തോഷമുള്ളതായി മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ നോക്കി ആനന്ദിക്കാൻ പറ്റുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.